ഓം ശാന്തി. പരമപ്രിയനായ ഭഗവാന്റെ മഹാവാക്യങ്ങൾ കേൾക്കാം. 30-12-2020. बाप कहते हैं, मीठे बच्चे, सत बाप द्वारा संगम पर तुम्हें सत्य का वरदान मिलता है, इसलिए तुम कभी भी झूठ नहीं बोल सकते हो. ഇന്ന് ബാബ ഓർമ്മിപ്പിക്കുകയാണ്, മധുര സന്താനങ്ങളെ, സത്യമായ ബാബയിലൂടെ നിങ്ങൾ കുട്ടികൾക്ക് ഈ പുരുഷോത്തമ സംഗമയുഗത്തിൽ സത്യതയുടെ വരദാനം ലഭിച്ചിരിക്കുകയാണ്. എന്താണ് സത്യമായ കാര്യങ്ങൾ? സ്വയം താൻ ആരാണെന്നുള്ള ജ്ഞാനം, ആത്മജ്ഞാനം, പരമാത്മജ്ഞാനം, ഈ സൃഷ്ടിയുടെ രഹസ്യങ്ങൾ, കർമ്മത്തിൻ്റെ സത്യമായ അറിവ്, ഇതെല്ലാം ലഭിച്ചത് കാരണം നമ്മൾ കുട്ടികൾക്ക് असत्യം പറയാൻ സാധ്യമല്ല. प्रश्न, निर्विकारी बनने के लिए आप बच्चों को कौन सी मेहनत जरूर करनी है? ചോദ്യതാണ്, നിർവികാരിയാകുന്നതിന് വേണ്ടി നിങ്ങൾ കുട്ടികൾക്ക് ഏതൊരു പരിശ്രമമാണ് ചെയ്യേണ്ടത്? ഉത്തർ, ആത്മാഭിമാനി ബന്നേ കി മെഹനത് ജറൂർ കർണി ഹെ. ഉത്തരം, ആത്മാഭിമാനിയായി മാറുന്നതിൻ്റെ പ്രയത്നം തീർച്ചയായും ചെയ്യണം. ഭ്രുകുടി കെ ബീച്ച് മേം ആത്മാ കോ ഹി ദേഖ്നെ കാ അഭ്യാസ് കരോ. എല്ലാവരുടെയും ഭ്രുകുടിയിൽ, അതായത് ഭ്രൂമധ്യം, ഇരു പുരികങ്ങൾക്കും മധ്യേ, തിരുനെറ്റിയിൽ വേണം നമ്മൾ ആത്മാവിനെ കാണാൻ. എല്ലാവരുടെയും പുരിക മധ്യത്തിൽ ആത്മാവിനെ കാണുന്നതിൻ്റെ അഭ്യാസം ചെയ്യും. ഇത്രയും കാലം നമ്മൾ ദേഹത്തെയാണ് കണ്ടത്. പ്രായം, നിറവ്യത്യാസം, ജാതിമത വ്യത്യാസം, ഈ രീതിയിലെല്ലാം കാണുമ്പോൾ ഒന്നുകിൽ മോഹം, അല്ലെങ്കിൽ ശത്രുത, വെറുപ്പ്, വൈരാഗ്യം ഇവയെല്ലാം ഉണ്ടാകുകയും അങ്ങനെ കർമ്മങ്ങൾ തെറ്റുകയും ചെയ്തു. ഇനി വീണ്ടും കർമ്മം നല്ലതാകണമെങ്കിൽ ആത്മാവാണെന്നുള്ള ആ സത്യബോധത്തെ തിരിച്ചറിഞ്ഞ് ആത്മാവായി നമ്മൾ മറ്റുള്ളവരെയും കാണുക. അതിനാണ് ബാബ ഇന്ന് ഓർമ്മിപ്പിച്ചത്, എല്ലാവരുടെയും തിരുനെറ്റിയിലെ ആത്മാവിനെ കാണുന്നതിൻ്റെ അഭ്യാസം ചെയ്യും. ഞാനും ആത്മാ, ഇവരും എന്നെപ്പോലൊരു ആത്മാവാണ്, ഇവരും ഈശ്വരൻ്റെ സന്താനമാണ്, ഇതെൻ്റെ സഹോദരാത്മാവാണ്. ഈ ഒരു പ്രാക്ടീസ് നമ്മൾ ചെയ്യണം. ആത്മാ ഹോക്കർ ആത്മാസെ ബാത് കരോ. ആത്മാവായിരുന്നു കൊണ്ട് ആത്മാവിനോട് സംസാരിക്കും. ആത്മാ ഹോക്കർ സുനോ. ഇനി ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും ആത്മാവായിരുന്നു കൊണ്ട് കേൾക്കൂ. ഞാൻ ആത്മാ, ഈ ചെവികളിലൂടെ ഈ ഈശ്വരീയ ജ്ഞാനം കേൾക്കുകയാണ്. ഇങ്ങനൊരു അഭ്യാസം നമ്മൾ ചെയ്യണം. ദേഹപ്പ ദൃഷ്ടിന ജായ്. ദേഹത്തിലേക്ക് ഒരിക്കലും ദൃഷ്ടി പോകരുത്. യഹി മുഖ്യ മേഹനത് ഹെ. ഇതാണ് നമ്മുടെ മുഖ്യമായ പരിശ്രമം. ഇസേ മെഹനത് മേ വിഘ്നപ്പെടുത്തേ ഹെ. ഈ ഒരു പരിശ്രമത്തിൽ തന്നെയാണ് വിഘ്നങ്ങൾ വരുന്നത്. ഇത്രയും കാലത്തെ അഭ്യാസം ദേഹത്തെ കാണുന്നതിൻ്റെതാണ്. അത് കാരണം വീണ്ടും ആത്മാവായി കാണുന്നതിന് കുറച്ച് പ്രയത്നമുണ്ട്. അതിൽ പല രീതിയിലുള്ള തടസ്സങ്ങളും വരാറുണ്ട്. जितना हो सके यह अभ्यास करो कि मैं आत्मा हूँ. എത്ര സാധിക്കുമോ ഈ ഒരു അഭ്യാസം ചെയ്യണം. ഞാൻ ആത്മാവാണ്, ഞാൻ ആത്മാവാണ്. സ്വയം ഈ ഒരു അഭ്യാസം ചെയ്യുക, മറ്റുള്ളവരെയും ആത്മാവായി കാണുന്നതിൻ്റെ അഭ്യാസം ചെയ്യുക. ഗീത് ഓം നമ ശിവായ. ഗീതം ഓം നമ ശിവായ. ഓം അർത്ഥം ഞാൻ ആത്മാവ്, ആത്മാവായി ഞാൻ ശിവനെ നമിക്കുന്നു. ഈ ഒരർത്ഥമാണ് ഈ പാട്ടിൽ ഉള്ളത്. ഓം നമ ശിവായുടെ അർത്ഥം ഞാൻ ആത്മാ, ശിവനെ സ്മരിക്കുന്നു, നമിക്കുന്നു. മുരളിയിലെ ധാരണ പോയിന്റ്, കിസി ബി ബാത് മേം സംശയ ബുദ്ധി ബൻ പഠായി നഹി ചോടനി ഹെ. ഒന്നാമത്തെ പോയിന്റ്, ഒരു കാര്യത്തിലും സംശയബുദ്ധിയായിട്ട് ഈ ഈശ്വരീയ പഠിത്തം ഒരിക്കലും ഉപേക്ഷിക്കരുത്. പഹലെ തോ പാവൻ ബന്നേ കെ ലിയേ ഏക് ബാത് കോ യാദ് കർനാ ഹെ. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ആത്മാവിനെ ശുദ്ധമാക്കാൻ, പാവനമാക്കാൻ ഒരേയൊരു പരമാത്മാവാകുന്ന അച്ഛനെ ഓർമ്മിക്കണം. ദൂസരി ബാത്തോമേ നഹി ജാനായ. മറ്റൊരു കാര്യങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടതില്ല. നമ്മുടെ മനസ്സും ബുദ്ധിയും വേറൊന്നിലേക്കും പോകേണ്ടതില്ല. രണ്ടാമത്തെ പോയിന്റ്, ശരീർ പർ നസർ ജാനേ സേ വിഘ്നാത്തേ. ശരീരത്തിലേക്ക് ദൃഷ്ടി പോകുന്നതിലൂടെയാണ് വിഘ്നങ്ങൾ വരുന്നത്. ഇസ്ലേ ഭ്രുകുടിമേ ദേഖ്നായ. അതുകൊണ്ട് നമ്മുടെ ദൃഷ്ടി എങ്ങോട്ടേ പോകാവൂ? എല്ലാവരുടെയും ഭ്രുകുടിയിലേക്ക്, ആത്മാവിരിക്കുന്ന ആ ഇരുപുരിക മധ്യത്തിലേക്ക് വേണം നമ്മുടെ ദൃഷ്ടി പോകേണ്ടത്. ആത്മാ സമജ് ആത്മാസേ ബാത് കർണേ ഹെ. ആത്മാവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആത്മാവിനോട് സംസാരിക്കണം.
ആത്മാഭിമാനി ബന്നാഹെ. ഈ സമയം നമ്മൾ കുട്ടികൾ ആത്മാഭിമാനിയായി തീരണം. നിഡർ ബൻകർ സേവ കർണീഹെ. നിർഭയരായിരുന്നു കൊണ്ട് നിങ്ങൾ കുട്ടികൾ ഈ ഈശ്വരീയ സേവനം ചെയ്യണം. വരദാൻ दृढ़ संकल्प द्वारा कमजोरियों रूपी कलियुगी पर्वत को समाप्त करने वाले സമർത്ഥി സ്വരൂപം. ഇന്നത്തെ വരദാനം ദൃഢസങ്കല്പത്തിലൂടെ ദുർബലതകളാകുന്ന കലിയുഗി പർവ്വതത്തെ സമാപ്തമാക്കുന്ന, ഇല്ലാതാക്കുന്ന സമർത്ഥ സ്വരൂപരായി ഭവിക്കൂ. അത്രയും ശക്തി സ്വരൂപമായി ഭവിക്കൂ. दिल शिकस्त होना, किसी भी संस्कार व परिस्थिति के वशीभूत होना, व्यक्ति व वैभवों के तरफ आकर्षित होना, इन सब कमजोरियों रूपी कलियुगी पर्वत को दृढ़ संकल्प की अंगुली देकर सदा के लिए समाप्त करो. അർത്ഥാത് വിജയി ബനം. ബാബ എന്ന് ഓർപ്പിക്കുകയാണ്, നിരാശരാകുക, ഏതെങ്കിലും സംസ്കാരത്തിനോ പരിതസ്ഥിതികൾക്കോ വശീഭൂതരാകുക, വ്യക്തിയിലോ വൈഭവങ്ങളിലോ ആകർഷിതരാകുക. ഈ എല്ലാ ദുർബലതകളാകുന്ന കലിയുഗി പർവ്വതത്തെ എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ ഈ കലിയുഗി ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്താണ്? ദുർബലതകളാകുന്ന കലിയുഗി പർവ്വതം. ഇവയെ ദൃഢസങ്കല്പത്തിൻ്റെ വിരൽ നൽകി സദാകാലത്തേക്ക് സമാപ്തമാക്കണം, ഇല്ലാതാക്കണം. അർത്ഥം വിജയിയായി മാറണം. നമ്മളെന്ത് ചെയ്യണം? ദൃഢസങ്കല്പം എടുക്കണം. അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള ദുർബലതകളാകുന്ന ഈ കലിയുഗി പർവ്വതത്തെ, നിരാശരാകുന്ന കാര്യം, പിന്നെ ഏതെങ്കിലും സംസ്കാരത്തിനോ പരിതസ്ഥിതിക്കോ വശപ്പെടുന്ന കാര്യം, വ്യക്തി വസ്തു വൈഭവങ്ങളിൽ ആകർഷിതരാകുന്നു, ഇതെല്ലാം ദുർബലതകളാണ്. ഇതിനെല്ലാം നമ്മൾ ദൃഢസങ്കല്പത്തിലൂടെ ഇല്ലാതാക്കണം. അപ്പോൾ നമ്മൾ വിജയിയായി മാറും. വിജയ് ഹമാരെ ഗലേക്കി മാലാഹെ സദാ ഈ സ്മൃതി സെ സമർത്ഥി സ്വരൂപനം. വിജയം നമ്മുടെ കഴുത്തിലെ മാലയാണ്. ഈ ഒരു സ്മൃതി സദാ ഉണ്ടായിരുന്നാൽ ബാബറയാണ് അങ്ങനെ സമർത്ഥ സ്വരൂപരായി മാറും. ഈ സ്മൃതി ഉണ്ടെങ്കിൽ, വിജയം നമ്മുടെ കഴുത്തിലെ മാലയാണ് എന്നുള്ള സ്മൃതി ഉണ്ടെങ്കിൽ ബാബറയാണ് ഈ സ്മൃതിയിലൂടെ നമുക്ക് ശക്തി സ്വരൂപമായി മാറാം, സമർത്ഥ സ്വരൂപരായി മാറാം. യഹി സ്നേഹക്ക റിട്ടേൺ ഹെ. ഇത് തന്നെയാണ് സ്നേഹത്തിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത്. ഈശ്വരനോടുള്ള സ്നേഹത്തിൻ്റെ റിട്ടേൺ ഇതാണ്. നമ്മുടെ ദുർബലതകളെല്ലാം ഇല്ലാതാക്കുക, നമ്മൾ പെർഫെക്റ്റായി കാണിക്കുക. ഇതാണ് ഈശ്വരനോടുള്ള സ്നേഹത്തിൻ്റെ റിട്ടേൺ. जैसे सागर बाप ने स्थिति का स्तंभ बनकर दिखाया, ऐसे फॉलो फादर कर सर्व गुणों के स्तंभ बनो. ഏതുപോലെ ബ്രഹ്മബാബ, സാകാരത്തിൽ ജീവിച്ചിരുന്ന ബ്രഹ്മബാബ തൻ്റെ സ്ഥിതിയുടെ സ്തംഭമായി കാണിച്ചു. ബ്രഹ്മബാബ തൻ്റെ അവസ്ഥയെ നമുക്ക് തൻ്റെ ജീവിതത്തിൽ പകർത്തി കാണിച്ചു തന്നു. എന്ത് പ്രശ്നങ്ങൾ വന്നാലും ബാബയുടെ അവസ്ഥ ഒരിക്കലും ഇളകിയിരുന്നില്ല. എന്തെല്ലാം വിഘ്നങ്ങളും തടസ്സങ്ങളും പ്രശ്നങ്ങളും വന്നിട്ടും ബാബയുടെ മനസ്സ്, ബാബയുടെ അവസ്ഥ ഒരിക്കലും ഇളകിയില്ല. അതുപോലെ നമ്മളും ഫോളോ ഫാദർ, ആ ബ്രഹ്മബാബയാകുന്ന അച്ഛനെ അനുകരിക്കുക. അങ്ങനെ സർവ്വഗുണങ്ങളുടെ സ്തംഭമായി നമ്മളും മാറണം. മുരളിയിലെ സ്ലോഗൻ സാധൻ സേവാओं के लिए है, ആരാം പസന്ത് ബന്നേ के लिए नहीं. സ്ലോഗൻ പറഞ്ഞത് സാധനങ്ങൾ സേവനത്തിന് വേണ്ടിയുള്ളതാണ്, വിശ്രമപ്രിയരാകുന്നതിന് വേണ്ടിയുള്ളതല്ല. സയൻസിൻ്റെ ഓരോരോ സാധനങ്ങൾ ഈശ്വരീയ സേവനത്തിനെ പ്രതി നമ്മൾ ഉപയോഗിക്കണം, അല്ലാതെ സ്വയത്തിൻ്റെ വിശ്രമത്തിന് വേണ്ടിയല്ല ഉപയോഗിക്കേണ്ടത്. മുരളിയുടെ ആധാരത്തിൽ ഇന്ന് നമുക്ക് സമാനം പ്രാക്ടീസ് ചെയ്യാം. ഞാൻ വിജയീ ആത്മാവാണ്, സർവ്വഗുണങ്ങൾ നിറഞ്ഞ ആത്മാവാണ് ഞാൻ. ശിവബാബയിൽ നിന്നും ആ സർവ്വഗുണങ്ങളുടെ പ്രകാശം നമ്മുടെ ആത്മാവിൽ നിറയുന്നു. നമ്മളിൽ നിന്നും ആ സദ്ഗുണങ്ങളുടെ ആ പ്രകാശം 7 രശ്മികളായി 7 നിറങ്ങളോടുകൂടി മുഴുവൻ ലോകത്തിലെ ആത്മാക്കളിലേക്കും വ്യാപിക്കുന്നു. അവരും ആ ഗുണങ്ങളുടെ സ്വരൂപമായി മാറുന്നു. ഇങ്ങനെ കണ്ടുകൊണ്ട് ശിവബാബയുടെ ഓർമ്മയിലിരിക്കാം. ഓം ശാന്തി.